ആ സ്ത്രീ വായുവിലേക്ക് ഒരു നീല ദ്രാവകം തളിച്ചു. പെട്ടെന്ന് 2 തവണ അതിൽ തട്ടി. ഒരു നീല രക്തക്കുഴൽ പ്രത്യക്ഷപ്പെട്ടു. അവൾ ദ്രാവകം അതിലേക്ക് കുത്തിവെച്ചു. അത് പെട്ടെന്ന് ഒഴുകി. ഒരു ഹൃദയം രൂപം പ്രാപിച്ചു. ശരീരം മുഴുവൻ രക്തം പമ്പ് ചെയ്തു. അവയവങ്ങൾ ക്രമേണ രൂപപ്പെട്ടു. പക്ഷെ അപ്പോഴേക്കും അലാറങ്ങൾ മങ്ങി. പൾസ് കുറഞ്ഞു. ഹൃദയമിടിപ്പ് നിന്നു. ലാബ് ടീം പെട്ടെന്നൊരു ഡിഫിബ്രിലേറ്റർ ഉപയോഗിച്ചു. ഹൃദയം ഒടുവിൽ പ്രവർത്തനം പുനരാരംഭിച്ചു. ചർമ്മവും മുടിയും ഒക്കെ വന്നു. ഒരു ഗൊറില്ല എല്ലാവരുടെയും മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. മൃഗങ്ങളുടെ അദൃശ്യതാ പരീക്ഷണം വിജയകരമായിരുന്നു. അവരുടെ സെറം മൃഗങ്ങളെ അദൃശ്യമാക്കുമെന്ന് കണ്ടെത്തി. തെർമൽ ഇമേജിംഗിൽ മാത്രം അവ ദൃശ്യമാണ്. അവയെ പുനഃസ്ഥാപിക്കാനുള്ള ഏക മാർഗം വിസിബിൾ സെറം കുത്തിവെക്കുക എന്നതായിരുന്നു. ആ നിമിഷം ഒരു മനുഷ്യന് സെറം സ്വയം പരീക്ഷിക്കണമെന്ന ആഗ്രഹമുണ്ടായി. അവൻ റെഡിയായി ബെഡിൽ കിടന്നു. തീവ്രമായ പ്രതികരണങ്ങൾ തടയാൻ ആ സ്ത്രീ അവനെ മുറുകെ കെട്ടി. ഒരു സഹപ്രവർത്തകൻ സെറം പുറത്തെടുത്ത് അവന്റെ ശരീരത്തിലേക്ക് കുത്തിവെച്ചു. തൽക്ഷണം അവന്റെ ചർമ്മം മങ്ങാൻ തുടങ്ങി. അവന്റെ പേശികൾ അപ്രത്യക്ഷമായപ്പോൾ അവൻ വേദന കൊണ്ട് പുളഞ്ഞു. തുടർന്ന് അവൻ വിജയകരമായ ദൃശ്യനായി. പരീക്ഷണത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയായി. അവനെ തിരികെ കൊണ്ടുവരാൻ വിസിബിലിറ്റി സെറം കുത്തിമേക്കണം. പക്ഷേ അദൃശ്യതയുടെ ഫലങ്ങൾ പരീക്ഷിക്കാൻ അവർക്ക് 3 ദിവസം കാത്തിരിക്കേണ്ടി വന്നു. അതിനാൽ ആ മനുഷ്യൻ തെർമൽ ക്യാമറകൾ നിരീക്ഷിച്ച ലാബിൽ തന്നെ തുടർന്നു. പക്ഷേ അയാൾക്ക് അവിടെ തന്നെ ഇരിക്കുന്നതിൽ ബോറടിച്ചു. ചില വേണ്ടാത്ത പണിയിൽ ഏർപ്പെട്ടു. ഒരു സ്ത്രീ സഹപ്രവർത്തക കസേരയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. മോണിറ്ററിംഗ് റൂമിന്റെ വാതിൽ ഓരോന്നായി തുറന്നു. അവളുടെ ഷർട്ടിന്റെ ബട്ടണുകൾ അഴിയാൻ തുടങ്ങി. അവൾ ഞെട്ടിയുണർന്നു. തെർമൽ ക്യാമറ പരിശോധിച്ചപ്പോഴേക്കും അവൻ ഇതിനകം കിടക്കയിലേക്ക് ചാടിയിരുന്നു. അതിനിടയിൽ മറ്റൊരു സ്ത്രീ ബാത്റൂമിലേക്ക് പോയി. ഒരു വിചിത്രമായ ശബ്ദം കേട്ടു. ഭയന്ന് അവൾ പെട്ടെന്ന് തെർമൽ ഗ്ലാസുകൾ ധരിച്ചു മുറി പരിശോധിച്ചു. ആരെയും കണ്ടില്ല. ഒടുവിൽ 3 ദിവസം കഴിഞ്ഞപ്പോൾ സഹപ്രവർത്തകൻ വിസിബിലിറ്റി സെറം കുത്തിവെച്ചു. അവന്റെ ശരീരം വീണ്ടും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. പക്ഷേ എന്തോ കുഴപ്പം സംഭവിച്ചു. അവന്റെ ശരീരം സെറം നിരസിച്ചു. വേദന അസഹനീയമായിരുന്നു. പരീക്ഷണം പരാജയപ്പെട്ടു. അവൻ വീണ്ടും അദൃശ്യനായി. ടീം അവന് വേണ്ടി ഒരു റബ്ബർ സ്കിൻ സ്യൂട്ട് നിർമ്മിച്ചു. ഒരു പുതിയ ചികിത്സ വികസിപ്പിക്കുന്നതുവരെ ലാബിൽ തന്നെ തുടരാൻ പറഞ്ഞു. എന്നാൽ അദൃശ്യതയുടെ ആവേശം അനുഭവിച്ച ശേഷം അവൻ അതിന് വിസമ്മതിച്ചു. ചില കുത്സിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ അവൻ തീരുമാനിച്ചു. നിങ്ങൾ ഇങ്ങനെയായാൽ എന്തു ചെയ്യും?